അക്കാര്യത്തിലാണ് നമ്മൾ സത്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്നും ഒട്ടനവധി ബാല്യ കൗമാരങ്ങൾ, പ്രത്യേകിച്ചും ബാല്യം, നമുക്ക് ഓടിക്കളിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യേണ്ട സമയങ്ങൾ വേദനയുടെയും ഇപ്പോൾ അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള ദ്രോഹങ്ങളിലൂടെയും മുറിവുകളിലൂടെയും കടന്നു പോകുന്ന ബാല്യങ്ങൾ ഒട്ടനവധിയാണ്. നല്ല കുട്ടിക്കാലമല്ലാത്ത ഒരനുഭവത്തിലൂടെ കടന്നു വരുന്ന കുട്ടികളുടെ ഭാവി ജീവിതത്തെ, അവരുടെ വ്യക്തിത്വത്തെ ഇത് തീർച്ചയായിട്ടും ബാധിക്കും. ആദ്യമൊക്കെ നല്ല ട്രസ്റ്റാന്ന് പറഞ്ഞാലും കൻ ഐ ട്രസ്റ്റ് യു, ഞാൻ തന്നെ എങ്ങനെ വിശ്വസിക്കും? ഈ സെൽഫ് അവെയർനെസ് ആണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നിർണ്ണയിക്കുന്ന അടിസ്ഥാന കാര്യം. പഴയതിനെ ഓർത്ത് പഴി ചാരിക്കൊണ്ടിരിക്കുന്നത് സെൽഫ് അവെയർനെസ് അല്ല, അത് നമ്മൾ ബ്ലെയിമിങ് ബിഹേവിയറാണ്. കുട്ടിയെ ചേർത്ത് പുൽകേണ്ട കുട്ടിയെ ആട്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം പ്രോപ്പറായിട്ട് കൊടുക്കാതിരിക്കുന്നു. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം നമ്മൾ വാത്സല്യത്തോടെ പുൽകണം, അവർക്ക് ഉമ്മ കൊടുക്കണം, അല്ലെങ്കിൽ അവരെ കെട്ടിപ്പിടിക്കണം, അവരെ അഭിനന്ദിക്കണം. അപ്പോൾ അംഗീകരിക്കപ്പെടാത്ത ഒരു ബാല്യം, അഭിനന്ദനം കിട്ടാത്ത ബാല്യം, ചേർത്ത് പിടിക്കപ്പെടാത്തൊരു ബാല്യം, ദേഷ്യം വന്നതിന് ശേഷം അവരെ കുട്ടിയെ പിടിച്ച് അവരുടെ തലകൊണ്ട് ഭിത്തിക്കിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ കഠിനമായിട്ട് ഉപദ്രവിക്കുന്നു, ചട്ടുകം പഴിപ്പിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞ പഴയ സംഗതികളൊക്കെ ഇപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ തീരുമാനം നമ്മുടെ നാളത്തെ സുന്ദരമായൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. നമസ്കാരം. സീനിയർ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ പെർഫോമൻസ് കോച്ചുമായിട്ടുള്ള ഡോക്ടർ വിപിൻ റോൾഡൻ ആണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിരിക്കുന്നു, നന്നായിട്ട് പോകുന്നു. ഈ അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്തുമായി സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹമായിട്ട് കാണുന്ന ഒരു കാലം എൻ്റെ കുട്ടിക്കാലമാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും എല്ലാ കുട്ടികൾക്കും അത് അങ്ങനെ ആവണമെന്നില്ല. കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള മാനസിക മുറിവുകൾ ഒരു വ്യക്തിയുടെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്? അക്കാര്യത്തിലാണ് നമ്മൾ സത്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഞാൻ ഈ പറഞ്ഞ എൻ്റെ കാര്യങ്ങളിലെല്ലാം ഇവിടെയെല്ലാം ഒരു വളരെ വർണ്ണങ്ങളും സന്തോഷങ്ങളും സപ്പോർട്ടും ഒരു കെയറും എല്ലാം തന്നത് ഇന്നത്തെ എന്നെ രൂപപ്പെടുത്താനായിട്ട് ഒരുപാട് ഇത് സഹായിച്ചിട്ടുണ്ട്. കാരണം അംഗീകരിക്കപ്പെട്ട ഒരു ബാല്യ കൗമാരങ്ങളാണ് എൻ്റെ ചെറുപ്പനാളുകളിലുള്ളത്. അത് മാതാപിതാക്കളിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്, സഹോദരങ്ങളിൽ നിന്നാണ് ലഭിക്കേണ്ടത്, ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെയാണ്. പക്ഷേ ഇതിന് വളരെ വിരുദ്ധമായിട്ട് ഇന്നും ഒട്ടനവധി ബാല്യ കൗമാരങ്ങൾ, പ്രത്യേകിച്ചും ബാല്യം, നമുക്ക് ഓടിക്കളിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യേണ്ട സമയങ്ങൾ വേദനയുടെയും ഇപ്പോൾ അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള ദ്രോഹങ്ങളിലൂടെയും മുറിവുകളിലൂടെയും കടന്നു പോകുന്ന ബാല്യങ്ങൾ ഒട്ടനവധിയാണ്. ഇത് തീർച്ചയായിട്ടും അവരുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയിൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് മുറിവേറ്റ ബാല്യമെന്ന് പറയുന്നത് ഒരു പ്രതിസന്ധി തന്നെയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മനോഹരമായ നല്ലൊരു കുട്ടിക്കാലം കിട്ടിയെന്ന് പറയാം. അതിനും തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കളോടാണ് നന്ദി പറയേണ്ടത്, എൻ്റെ സഹോദരങ്ങളോടും അതുപോലെ ബന്ധുജനങ്ങളോടും പ്രിയപ്പെട്ട ഞങ്ങളുടെ അയൽവാസികളോടൊക്കെ നന്ദി പറഞ്ഞേ മതിയാവും. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ബാല്യകാലത്തെ കുറിച്ചിട്ട് തന്നെയാണ്. ഞങ്ങളുടെ നാട് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കണ്ണൂരാണ് ജനിച്ചത്, വളർന്നത് കാസർഗോഡ് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെയ്യമാണ്. അപ്പം തെയ്യക്കാലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഓർത്തെടുക്കുന്ന ഒരു കാലഘട്ടം ആ കുട്ടിക്കാലം തന്നെയാണ്. അപ്പോൾ നല്ല കുട്ടിക്കാലമാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എല്ലാ കുട്ടികൾക്കും അത്തരത്തിൽ നല്ല കുട്ടിക്കാലം ഉണ്ടാവണമെന്നില്ല. അത് അവരുടെ വ്യക്തിത്വത്തെ എങ്ങനെ ബാധിക്കുന്നുണ്ടാവും? നമ്മൾ ആദ്യത്തെ സന്തോഷകരമായ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അതിപ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നല്ല കുട്ടിക്കാലമല്ലാത്ത ഒരനുഭവത്തിലൂടെ കടന്നു വരുന്ന കുട്ടികളുടെ ഭാവി ജീവിതത്തെ, അവരുടെ വ്യക്തിത്വത്തെ ഇത് തീർച്ചയായിട്ടും ബാധിക്കും. അവർ അഡൾട്ട് ലൈഫിലേക്ക് വലുതാകുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിക്കാലത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ പുറത്തേക്ക് വരിക. അത് ആത്മവിശ്വാസക്കുറവായിട്ടും പേടികളായിട്ടും അവരുടെ പലതരത്തിലുള്ള സ്വഭാവ പ്രശ്നങ്ങളൊക്കെ ആയിട്ടും രൂപപ്പെട്ടു വരാം. കാരണം നമുക്ക് സന്തോഷകരമായ ബാല്യകാലം ലഭിക്കേണ്ടത് കുട്ടിയുടെ അവകാശമാണ്. കുട്ടിക്ക് അത് നൽകാനായിട്ട് മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും കഴിയണം. പക്ഷെ പല പേരൻസിനും അവരുടേതായ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാവും. അവർക്ക് തന്നെ സന്തോഷം പരസ്പരം ഉണ്ടാവില്ലായിരിക്കും. കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളോ സാമ്പത്തിക പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടാകും. പക്ഷേ സാമ്പത്തികമൊന്നും അല്ല ഇതിനകത്തെ അടിസ്ഥാന കാരണം. നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഏറ്റവും സന്തോഷപൂർവ്വം അവരുടെ ജീവിതത്തിലൂടെ കടത്തിവിടാൻ വേണ്ട കരുതലും പരസ്പരമായിട്ടുള്ളൊരു ചർച്ചയും മാതാപിതാക്കൾക്കുണ്ടാവുകയും കളികളും ചിരികളും ഉല്ലാസങ്ങളും ഒക്കെ ആയിട്ടുള്ള കുട്ടിക്കാലം കിട്ടുകയും ചെയ്യുമ്പോഴാണ് ഇവരുടെ വ്യക്തിത്വത്തിൽ സന്തോഷമുള്ള വ്യക്തിത്വമായിട്ട് മാറുക. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വ്യത്യസ്ത തലങ്ങളിൽ ഉപദ്രവങ്ങളും ദ്രോഹങ്ങളും വേദനകളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു തലം വരുമ്പോൾ കുട്ടിയുടെ ഭാവിയെ അത് തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ട്രോമകൾ ഏതൊക്കെ തരത്തിലായിരിക്കും? ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിൽ ട്രോമ നമുക്ക് തന്നെ ഇപ്പം ക്ലിയർ ആയിട്ട് ഇപ്പോൾ കുട്ടിയെ ചേർത്ത് പുൽകേണ്ട കുട്ടിയെ ആട്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം പ്രോപ്പറായിട്ട് കൊടുക്കാതിരിക്കുന്നു. പ്രത്യേകിച്ചും
കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം നമ്മൾ വാത്സല്യത്തോടെ പുൽകണം, അവർക്ക് ഉമ്മ കൊടുക്കണം, അല്ലെങ്കിൽ അവരെ കെട്ടിപ്പിടിക്കണം, അവരെ അഭിനന്ദിക്കണം. ഇതിനൊക്കെ ഞാൻ ഈ ട്രോമ എന്ന് പറയുമ്പോൾ ഈ പറയുന്നതിനൊക്കെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. അപ്പോൾ അംഗീകരിക്കപ്പെടാത്ത ഒരു ബാല്യം, അഭിനന്ദനം കിട്ടാത്ത ബാല്യം, ചേർത്ത് പിടിക്കപ്പെടാത്തൊരു ബാല്യം, അപ്പോൾ ഇതെല്ലാം അവരുടെ ഉള്ളിൽ മുറിവുകളായിട്ട് മാറുകയാണ്. വൈകാരികമായിട്ട് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് അവൈലബിൾ ആയിരുന്നോ എന്നൊരു ചോദ്യം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഭക്ഷണം ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, ചില കേസിൽ ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥകളുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ അമിതമായിട്ടുള്ള ദേഷ്യത്താൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്, പിള്ളേർ ദേഷ്യം വന്നിട്ട്, പേരൻസിനാണ് ദേഷ്യം, അതായത് പ്രശ്നം പേരൻസിനാണ്. ദേഷ്യം വന്നതിന് ശേഷം അവരെ കുട്ടിയെ പിടിച്ച് അവരുടെ തല കൊണ്ടേ ഭിത്തിക്കിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ കഠിനമായിട്ട് ഉപദ്രവിക്കുന്നു, ചട്ടുകം പഴിപ്പിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞ പഴയ സംഗതികളൊക്കെ ഇപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതായത് ചിലപ്പോൾ രണ്ടാനച്ഛൻ രണ്ടാനമ്മയുടെ ഉപദ്രവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മരണപ്പെട്ടു പോയ കുട്ടികൾ വരെയുണ്ട്. അപ്പോൾ ഇത് പലതരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വേദനകളും കാര്യങ്ങളുടെ കൂടെ തന്നെ ഏറ്റവും അധികം പ്രശ്നമുണ്ടാകുന്നത് വൈകാരികമായിട്ടുള്ള ഒരു അവഗണനയാണ്. അപ്പോൾ ഈ അവഗണനയിലൂടെ കടന്നു വരുന്ന കുട്ടി, അവർക്ക് അവൻ്റെ വേദനകൾ, അവളുടെ സങ്കടങ്ങൾ പറയാനായിട്ട് ആരുമില്ല, പറഞ്ഞാൽ തന്നെ കേൾക്കാൻ പറ്റുന്ന രീതിയിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേദനകൾ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന തരത്തിലേക്ക് വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ട്രോമയായിട്ട് അല്ലെങ്കിൽ പെയിനായിട്ട് മാറി എനിക്ക് ആരുമില്ല, ഞാൻ ഈ ആൾക്കൂട്ടത്തിൽ ഒറ്റയ്ക്കെന്ന് പറയുന്ന പോലെ ഒരു അപകർഷതാബോധത്തിൻ്റെയും അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവിൻ്റെയൊക്കെ ഒരു വ്യക്തിത്വങ്ങളായിട്ട് ഇവർ വളർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് പോകുന്ന പല ഘട്ടത്തിലേക്കും ഇവർ മറ്റ് ദുശീലങ്ങളിലേക്കോ വേദനകളിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷമില്ലാത്തൊരു വ്യക്തിത്വം രൂപപ്പെടുന്നു. അത് വിഷാദത്തിൻ്റെയൊക്കെ തലത്തിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒക്കെ പിന്നിൽ പലപ്പോഴും ഈ ഒരു ചൈൽഡ്ഹുഡ് പാറ്റേൺ വ്യക്തമായിട്ട് കാണുന്നതായിട്ടാണ് പഠനങ്ങളും കാണുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേസസിലും അത് വ്യക്തമായിട്ട് വരുന്നുണ്ട്. കുടുംബ കലഹങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളുടെ ബാല്യത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മദ്യപാനത്തിൻ്റെ ഒരു പങ്ക് എത്രത്തോളം ഉണ്ടായിരിക്കും? ഈ പറഞ്ഞതിനകത്തൊരു ചെറിയ കാര്യമുണ്ട്. കുടുംബകലഹങ്ങളിലെല്ലാം മദ്യപാനം വില്ലനല്ലെങ്കിലും മദ്യപാനമുള്ള എല്ലാ വീടുകളിലും കുടുംബകലഹങ്ങൾ മിക്കവാറും ഉണ്ട്. കാരണം എന്താണ്, മദ്യം അകത്ത് ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഭാവങ്ങൾ മാറുകയാണ്, ചിന്തകൾ മാറുകയാണ്, അവർക്ക് ചെറിയൊരു കാര്യം തന്നെ വലിയ ദേഷ്യഭാവത്തിൽ പ്രൊവോക്കേഷനായിട്ടൊക്കെ മാറുകയാണ്. കുട്ടി കണ്ടു വളരുന്നത് എന്താണ്, അമ്മയെ ഉപദ്രവിക്കുന്ന അച്ഛൻ, അച്ഛനെ തിരിച്ചു ഉപദ്രവിക്കുന്ന അമ്മ, അല്ലെങ്കിൽ മൊത്തത്തിൽ അവിടെ അസ്വസ്ഥത വരുമ്പോൾ കുട്ടിയുടെ ബലമായിട്ട് മാറേണ്ട അമ്മയും അച്ഛനും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. എൻ്റെ ബലമായിട്ട് മാറേണ്ടിയിരിക്കുന്നവർ തമ്മിൽ ചർച്ചയില്ലാതെ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, എൻ്റെ വാല്യൂ എന്താണ്, വില എന്താണ്, അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല, കാരണം ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്, ആശ്രയിക്കാൻ ആരുമില്ല. അപ്പോൾ ഒരുപക്ഷെ അവരെ ഏറ്റുമുട്ടുമ്പോൾ ഇടയ്ക്ക് പെട്ടുപോകുന്ന കുട്ടിക്കും കിട്ടും തട്ടുകളും മുട്ടുകളൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് അച്ഛനെയും വേണ്ട, അച്ഛനും അമ്മയും വേണ്ട എന്ന് പറയുമ്പോഴേക്കും കുട്ടിക്ക് രണ്ടുപേരും വേണം. അത് സ്വാഭാവികമായിട്ടും കുട്ടിയെ വേദനിപ്പിക്കുകയും, കാരണം അമ്മ കരയുന്നത് കുഞ്ഞിനെ വേദനിപ്പിക്കും, അച്ഛൻ ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ അച്ഛൻ കരയുന്നതും കുട്ടിയെ വേദനിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ കുടുംബ വഴക്കുകളിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ദമ്പതികൾ തയ്യാറായില്ലെങ്കിൽ അവർ തമ്മിലുള്ള വാക്കുതർക്കങ്ങളൊക്കെയും കുഞ്ഞിൻ്റെ മനസ്സിൽ ആഴത്തിൽ മുറിവുകളായിട്ടും ആത്മവിശ്വാസക്കുറവുകളായിട്ടും അവരുടെ വ്യക്തിത്വത്തിൻ്റെ രൂപവൽക്കരണത്തിൽ അത് വലിയൊരു ദോഷമായിട്ട് മാറുമെന്നുള്ളത് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. ഞാൻ പല ഫാമിലിയിലും കണ്ടിട്ടുണ്ട്. ഇപ്പം 2 കുട്ടികളുടെ ഫാമിലി ആണെങ്കിൽ, ഇപ്പോൾ മൂത്തത് ചേട്ടനാണെങ്കിൽ ചെറുത് പെൺകുട്ടിയായിരിക്കും. അപ്പോൾ പെൺകുട്ടിയോട് സ്നേഹക്കുറവുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടോ? ഇത് പെൺകുട്ടികളെ ഏറ്റവും സ്നേഹത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവരോട് ഇടപഴകുന്ന മാതാപിതാക്കൾ ഒട്ടനവധിയാണ്. ആൺകുട്ടികളോട് സ്നേഹത്തിൽ പെരുമാറുന്നവരുണ്ട്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നോക്കാതെ കൃത്യമായിട്ട് തുല്യത കൊടുത്തുകൊണ്ട് പെരുമാറുന്ന സ്ഥലങ്ങളുണ്ട്. എന്നാൽ അല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. ഓക്കെ, ഇവൻ ആൺകുട്ടിയാണ്, ആൺകുട്ടിക്കാണ് ഞങ്ങളോട് നിൽക്കേണ്ടി വരുന്നത് എന്നൊക്കെയുള്ളൊരു പഴയ ചിന്തയുണ്ട്. ഇപ്പോൾ ആണുമില്ല പെണ്ണുമില്ല, ആരും കൂടെ നിൽക്കത്തില്ല എല്ലാവരും. കാരണം പല ആൾക്കാരും പല മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോവുകയാണ്, പേരൻസ് തന്നെയാണ്. അത്തരം കഥകൾ നമ്മൾ ഒരുപാടുണ്ടല്ലോ. പക്ഷെ ആൺകുട്ടിക്ക് അമിത പ്രാധാന്യം നൽകിയിട്ട് ആ ആൾക്ക് അമിത പ്രാധാന്യത്തിൻ്റെ തലത്തിലേക്കുള്ള പെരുമാറ്റവും രീതികളും അവനെന്തെങ്കിലും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവളെന്തെങ്കിലും ചെയ്താൽ കണ്ടമാനം വഴക്ക് പറയുകയും നെഗ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവഗണിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ ഇന്നും കുടുംബങ്ങളിലുണ്ട്, മുൻപും ഉണ്ടായിരുന്നു. അത് ആ പെൺകുട്ടിയെ എന്തുമാത്രം വേദനിപ്പിക്കും. കാരണം രണ്ടുപേരും തുല്യമാണ് യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ ആണോ പെണ്ണോ എന്നുള്ളതല്ല, നമ്മൾ മനുഷ്യരാകെ ആ ഗണത്തിൽ പെടുമ്പോൾ ഒന്നെങ്കിൽ ആൺകുട്ടികൾ അല്ല പെൺകുട്ടികൾ, പിന്നെ ഡെഫിനറ്റ്ലി അല്ലാത്ത തരത്തിലേക്കുള്ള ഒരു കാറ്റഗറിയിലേക്ക് വരുന്ന മറ്റ് ഒക്കെ നമുക്ക് ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ള പല തലങ്ങളിലേക്കൊക്കെ വരുന്ന നമുക്ക് തൽക്കാലം നമുക്കതിനെ ആ ഒരു അവസ്ഥയെ നമുക്ക് ഉൾക്കൊള്ളാം. എങ്കിൽ പോലും ഞാൻ പറയുന്നത് പൊതുവായിട്ട് പുരുഷനും സ്ത്രീയുമായിട്ട് വരുമ്പോൾ അതിനകത്ത് ആൺകുട്ടി അല്ല പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് രണ്ടുപേരെയും
അവർക്ക് ആ തുല്യ അളവിൽ തുല്യ തലത്തിൽ തന്നെ നമ്മൾ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒരേ തലത്തിൽ തന്നെ അവഗണന വീട്ടിൽ കൊടുക്കാതെ പാർഷ്യാലിറ്റി ഇല്ലാതെ പോകാനായിട്ട് മാതാപിതാക്കൾ തയ്യാറായില്ലെങ്കിൽ മക്കൾക്ക് ഹൃദയത്തിലേക്ക് ആഴത്തിലുള്ള മുറിവുകളാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം സമ്മാനിക്കുന്നത് എന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സാധാരണയായി കുട്ടിക്കാലത്ത് അനുഭവപ്പെടുന്ന ട്രോമകൾ ഏതൊക്കെയാണ്? പിന്നെ അത് എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നത്? കുട്ടിക്കാലത്ത് ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ഇമോഷണൽ നെഗ്ലക്റ്റ്. അതായത് വൈകാരികമായിട്ട് കൊച്ചുങ്ങളെ നമ്മുടെ മക്കളെ അവഗണിക്കുന്നൊരവസ്ഥ. അമ്മ നൽകേണ്ട സ്നേഹം വാത്സല്യം അമ്മ നൽകുക തന്നെ വേണം. അച്ഛൻ കൊടുക്കേണ്ട വാത്സല്യവും സ്നേഹവും കരുതലും അച്ഛൻ കൊടുക്കുക തന്നെ വേണം. അവരുടെ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ. കുട്ടികൾക്ക് വേണ്ടത് എൻ്റെ അച്ഛൻ്റെ ഒരു സാമീപ്യം അവർക്ക് രണ്ടാൾക്കും. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ചേർത്ത് പിടിക്കണം, ഉമ്മ വെക്കണം, അവരെ തോളത്ത് തട്ടിയും അവരെ ചേർത്ത് വെച്ചും എൻ്റെ മോൻ മിടുക്കനാണ് മിടുക്കിയാണ് എന്ന് പറയണം. ഇതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടോളൂ. ഇങ്ങനെയൊക്കെ പറയാത്ത കാര്യങ്ങളെല്ലാം അവരുടെ തലത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ തലത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ടവരിൽ നിന്നും കിട്ടേണ്ട അളവിൽ കിട്ടേണ്ട സമയത്ത് കിട്ടുക എന്നുള്ളൊരു പ്രയോഗം ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഞങ്ങൾ പഠനത്തിൻ്റെ കാലങ്ങളിൽ സെമിനാറുകളിലും ക്ലാസ്സുകളിലൊക്കെ കേട്ട ഒരു ക്ലാസിക്കൽ ഡയലോഗാണ്. അപ്പോൾ കിട്ടേണ്ട സ്നേഹം കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടവരിൽ നിന്നും കിട്ടേണ്ട അളവിൽ കിട്ടുമ്പോഴാണ് കുട്ടികൾക്ക് ഇത് കൃത്യമായ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വരിക. ഇത് കിട്ടുന്നില്ലെങ്കിലോ അത് സ്വാഭാവികമായിട്ട് അവിടെ വലിയൊരു ശൂന്യതയാണ്. ഈ ശൂന്യത എന്ന് പറയുന്നത് തനിക്ക് സ്വമേധയാ അവരുടെ ആരുമില്ല എന്നൊരവസ്ഥ അതെ ആരുമില്ല എന്നൊരവസ്ഥ വരുന്നുണ്ട്. തനിക്കുള്ള വില തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു സെൽഫ് വർത്ത് എന്ന് പറയുന്നൊരു തലമുണ്ട്. ആ വില തിരിച്ചറിയാൻ പറ്റാത്തൊരു തരത്തിലേക്ക് വരും. ഇതൊക്കെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് വരിക. പറഞ്ഞു വന്നതിൻ്റെ അകത്തുള്ള ചോദ്യത്തിനൊരു ബാക്കി തലം കിടക്കുന്നത് മറ്റെന്തൊക്കെ തരത്തിലുള്ള ട്രോമകൾ ബാധിക്കുന്നുള്ളതാണ്. വൈകാരിക തലങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ പറഞ്ഞെങ്കിൽ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ പത്രവാർത്തകളിൽ പലപ്പോഴും കാണുന്നൊരു സംഭവമാണ് ദേഷ്യം മൂത്ത് അച്ഛൻ കുഞ്ഞിനെ ആഞ്ഞടിച്ചു, അല്ലെങ്കിൽ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു, തല കൊണ്ടേ ഭിത്തിക്കെട്ടിടിച്ചു, അല്ലെങ്കിൽ അമ്മ ചട്ടകം പഴിപ്പിച്ച് ദേഹത്ത് വെച്ചു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ പണ്ടാണ് നടന്നത് നമ്മൾ വിചാരിക്കും. ഇപ്പോഴും നടക്കുന്നുണ്ട് പല വീടുകളിലും. സ്വബോധത്തോടെ തന്നെയാണോ നടക്കുന്നത്? സുബോധമുണ്ടെങ്കിൽ ആരും ചെയ്യില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും വിചാരിക്കുന്നതല്ല, എല്ലാ മനസ്സിലും വിചാരിക്കുന്നത് എനിക്ക് നല്ല ബോധമുണ്ടെന്ന് ആണ് വിചാരിക്കുക. പക്ഷേ ആ സുബോധം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇവർക്ക് അവരുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ ആ ദേഷ്യം പ്രതികരിക്കാൻ കഴിവില്ലാത്ത ആളുടെ പുറത്തേക്ക് അങ്ങ് തീർക്കും. അവിടെയാണ് പലപ്പോഴും കുഞ്ഞ് കരയുന്നുണ്ട്, കരയുന്നല്ലടാ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് കൊച്ചു കരയും. അപ്പോൾ അതിനെ കൊച്ചിന് ചിലപ്പോൾ കരയുന്നതിന് കാരണം എന്താ? അമ്മ ദേഷ്യപ്പെടുന്നു, അച്ഛനും അമ്മയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഒക്കെ കണ്ടിട്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രതികരണങ്ങളും ആ ദേഷ്യം തീർക്കാനായിട്ട് കൊച്ചിൻ്റെ അടുത്ത് പ്രയോഗിക്കുമ്പോൾ കൊച്ചിന് എന്തെങ്കിലും പറ്റി തല ഇടിച്ചു, അല്ലെങ്കിൽ കുഞ്ഞിന് വളരെ ശാരീരികമായിട്ടുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ പേരൻസിന് ദേഷ്യം, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അല്ല ആരാണോ ഇത്തരത്തിൽ ഇടപെടുന്നത്. പ്രത്യേകിച്ചും രണ്ടാനച്ഛൻ രണ്ടാനമ്മ കേസുകളിലൊക്കെ അവർക്ക് ഈ ആദ്യത്തെ ബന്ധത്തിലുള്ള കുഞ്ഞിനോട് താല്പര്യക്കുറവ് കാണിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എല്ലാ കേസുകളും അങ്ങനെയാണെന്നല്ല, പക്ഷേ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ വളർന്നു വരുന്ന തലത്തിൽ പലതരത്തിലുള്ള ഒരു അബ്യൂസുകൾ ഇവരുടെ കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുന്നു. അതിലേക്ക് പ്രത്യേകിച്ചും സ്വന്തം കുടുംബങ്ങളിൽ തന്നെ ഏറ്റവും അടുത്ത കസിൻസിൽ നിന്നൊക്കെ തന്നെ കുട്ടികൾ നേരിടേണ്ടി വരുന്ന ഇത്തരത്തിലുള്ള പല അബ്യൂസുകൾ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. അത് പിന്നീട് അത് വളരെ ഗുരുതരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് വരുന്നുണ്ട്. ഈ തരത്തിൽ കടന്നു പോകുന്ന പലതും ഇവരുടെ ഭാവിയിലേക്ക് വരുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായ പ്രശ്നമായി വരുന്നു. ഇതുപോലെ തന്നെയാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരിൽ നിന്ന് വരുന്ന കളിയാക്കലുകൾ. മറ്റൊരു വീടാകേണ്ട ഇടമാണ് വിദ്യാലയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ പലർക്കും വിദ്യാലയങ്ങളിൽ നിന്നാണ് കൂടുതൽ ബുള്ളിങ് കിട്ടുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. സ്വാഭാവികമാണ്. മറ്റു പല വീടുകളിലെ കുട്ടികളാണ് പഠിക്കുക. ആ കുട്ടികൾ അവരുടെ വീട്ടിൽ ഒരുപക്ഷെ അവർക്ക് വേണ്ട രീതിയിൽ സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അംഗീകരിക്കപ്പെടാത്തവന് മറ്റൊരാളെ അംഗീകരിക്കാൻ മടിയുണ്ടാവും. അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാവും. അസൂയ വരും, അല്ലെങ്കിൽ പല രീതിയിൽ വരും. ഇല്ല ഇവൻ അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്യേണ്ട എന്നുള്ള രീതി വരും. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ എന്താണ് അവിടെ നിൽക്കുന്നത് ചോദിച്ചിട്ട് തല്ലുകയും കളിയാക്കുകയും ബോഡി ഷെയ്മിങ് നടത്തുകയും, അപ്പോൾ തടിയനെന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ വണ്ണമില്ലാത്തവനെ ലിംഗനെന്ന് വിളിക്കുകയോ, അങ്ങനെ പല രീതിയിൽ നാടൻ പ്രയോഗങ്ങളുണ്ട്. പക്ഷേ കുട്ടിയുടെ വ്യക്തിത്വം ഫോം ചെയ്യപ്പെടേണ്ടി വരേണ്ടിയിരിക്കുന്ന ആ പീരീഡിലെല്ലാം അതിനെ അലങ്കോലപ്പെടുത്തുന്ന ഏതു തരത്തിലുള്ള വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ നോട്ടം കൊണ്ടോ നോക്കാതിരുന്നത് കൊണ്ടോ എന്ന് വെച്ചാൽ കൊടുക്കേണ്ട അറ്റൻഷൻ കൊടുക്കാതിരുന്നുകൊണ്ടോ ഒക്കെ സംഭവിക്കപ്പെടുന്ന എന്തും കുഞ്ഞിൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കും. പിന്നീട് കടന്നു വരുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഈ ബാല്യകാലത്തിൻ്റെ ദുരനുഭവങ്ങളും ഒക്കെയാണ് ഇവരെ വേട്ടയാടുന്നത്. അത് തീർച്ചയായിട്ടും പഠിക്കേണ്ട വിഷയമാണ്.
ലോകമെങ്ങും പഠനങ്ങൾ നടക്കുന്നുണ്ട്. മാതാപിതാക്കൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടതെന്ന് പഠിക്കുക എന്നുള്ളത് പാഠപുസ്തകങ്ങളിൽ നിന്ന് കിട്ടാത്തത് ഇതിൻ്റെ ഒരു ദുരന്തം അതിനകത്തുണ്ട്. അത്തരത്തിലുള്ള പുതിയ പഠന രീതികളോ അതിനോടുള്ള താല്പര്യമോ മാതാപിതാക്കളിൽ വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം കുട്ടി ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിനെ വളർത്തിയെടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അവർക്ക് തന്നെയാണ്.